ചെയ്യുന്നു. കേരളത്തിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന പലരും തിരിച്ചു വരുന്നത് മിനിമലിസ്റ്റ് ആയിട്ടാണ്. അവരുടെ ലൈഫ് അങ്ങനെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ജെറുസലേമിലെ ജനങ്ങൾ ഭയങ്കര ഭയത്തോടു കൂടി നിൽക്കുകയാണ്. കാരണം ഒരു അറബി ഭരണാധികാരി ജെറുസലേമിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം. ആതിക പത്മായുടെ പുസ്തകമുണ്ട്, മലയാള മനോരമ പബ്ലിഷ് ചെയ്ത മിനിമലിസം ഒരു ജീവിതശൈലി എന്ന പുസ്തകം. ആ പുസ്തകത്തിലാണ് നമ്മൾക്ക് ആവശ്യമുള്ളത് യൂസ് ചെയ്ത് വരും തലമുറയ്ക്കും കൂടി ബാക്കിയുള്ളത് ഇവിടെ വെക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യത കൂടിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും വളരെ മനോഹരമായിട്ടുള്ള കാലഘട്ടത്തിലൂടെയാണ് മനുഷ്യജീവിതം ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈയിടെ ട്രെൻഡായ ഒരു ലൈഫ് സ്റ്റൈലാണ് മിനിമലിസം. മലയാളികൾക്ക് ഈ വാചകം അത്ര സുപരിചിതമല്ല. കോവിഡ് പാൻഡമിക്കിന് ശേഷമാണ് ഈ വാചകം അങ്ങനെ മലയാളികൾക്കിടയിൽ ട്രെൻഡായി വന്നത്. എന്താണ് മിനിമലിസം എന്ന് പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മിനിമലിസം അതൊരു ലൈഫ് സ്റ്റൈലാണ്. സിമ്പിളായിട്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയില്ലേ, ഉള്ളത് കൊണ്ട് ഓണം പോലെ, ഉള്ളത് കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് മിനിമലിസം. നമ്മൾ മലയാളികൾ വെസ്റ്റേൺ കൺട്രീസിൽ നിന്ന് എല്ലാം പകർത്തിയെടുക്കാൻ ശ്രമിക്കാറുണ്ട്. ജപ്പാൻ, ഇംഗ്ലണ്ട് പോലത്തെ അവിടുത്തെ ജനങ്ങൾ അവർ ശീലിച്ചു വരുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് മിനിമലിസം, ഉള്ളത് കൊണ്ട് ജീവിക്കുക എന്നുള്ളത്. നമ്മൾ സാമ്പത്തികമായി എത്രയോ മുന്നോട്ട് നിൽക്കുന്ന ജപ്പാനിലോ അമേരിക്കയിലൊക്കെ അവിടുത്തെ ജനങ്ങൾ ഫോളോ ചെയ്യുന്ന രീതിയാണ് മിനിമലിസം. പക്ഷെ എന്തുകൊണ്ട് വെസ്റ്റേൺ കൺട്രീസിലെ DJ പാർട്ടികളും അവരുടെ ലൈഫ് സ്റ്റൈലുകൾ, ഡ്രസ്സുകൾ എല്ലാം പകർത്തുന്ന മലയാളികൾ മിനിമലിസം എന്തുകൊണ്ട് അവർ ഫോളോ അപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇതിന്റെ പിറകിലെ വ്യക്തമായ ഒരു ബിസിനസ് സാമ്രാജ്യം, ബിസിനസ് ലോബി പ്രവർത്തിക്കുന്നുണ്ടത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ മലയാളികൾ വീണ് പോവുകയാണ്. അത് വ്യക്തമായ കെണിവലകൾ അവർ സൃഷ്ടിച്ചെടുക്കുകയാണ്. അവരുടെ ലോബികൾ, സാമ്രാജ്യത്വ ലോബികളിൽ മലയാളികൾ അവരുടെ സംസ്കാരത്തെ അതിന് അടിയറവ് വെക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കേവലം മലയാളികൾ മാത്രമല്ല, ഇന്ന് ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഈ ഒരു ട്രെൻഡിന് അടിമപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെസ്റ്റേൺ കൺട്രികളിൽ നിന്നും നേരത്തെ അവർ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾ പകർത്തുന്നുണ്ട്. DJ പാർട്ടികൾ, അവിടുത്തെ സെലിബ്രേഷൻസുകൾ, അവിടുത്തെ ഡ്രസ്സ് രീതികൾ എല്ലാം പകർത്തുന്നുണ്ടെങ്കിലും നല്ല ചില കാര്യങ്ങൾ മാത്രമേ ഇവർ പകർത്തുന്നില്ല. അതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റിയതാണ് ഇന്നത്തെ ഇന്ത്യയിലെയും കേരളത്തിലെയൊക്കെ സംവിധാനങ്ങൾ അവർക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ളത്. ഇന്ന് നമുക്കറിയാം EMI സിസ്റ്റം, ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം എല്ലാം അവർക്ക് കൂട്ടി നിൽക്കുകയാണ്. ഈ അടുത്ത് ഹിന്ദുവിൽ വായിച്ച ഒരു എഡിറ്റോറിയൽ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് 2011 സർവേ പ്രകാരം വെറും 10 മില്യൺ ഉപഭോക്താക്കൾ മാത്രമാണ് ക്രെഡിറ്റ് കാർഡിന് ഉണ്ടായിരുന്നത്. പക്ഷെ അത് 2024 എത്തുമ്പോൾ 100 മില്യത്തിന് മുകളിലേക്ക് ആവുകയാണ്. അതാണ് ഇന്ന് ജനങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത്. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലുകളാണ് ട്രെൻഡായി കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇൻസ്റ്റഗ്രാമൊക്കെ അതിൻ്റെ പിന്നിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ മലയാളികളിലൊക്കെ ഈ ലൈഫ് സ്റ്റൈൽ വളരെ എക്സ്പെൻസീവാണ്. ഈ അടുത്തിടെ കേട്ട ന്യൂസാണ്, വയനാട്ടിലേക്ക് ഒരു 10 രൂപേൻ്റെ ചായ കുടിക്കാൻ, തൃശ്ശൂരിൽ നിന്ന് വയനാട്ടിലേക്ക് 10 രൂപേൻ്റെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ മൈൻഡ് എന്ന് പറഞ്ഞിട്ട് യുവാക്കൾ താറെടുത്ത് തരാണ്. അത് ഈ താറിൻ്റെ കിലോമീറ്റർ എക്സ്പെൻസ് ഒക്കെ നമുക്കറിയാൻ പറ്റും. അത്രയും പെട്രോൾ അടിച്ചിട്ട് 10 രൂപേൻ്റെ ചായ കുടിക്കാനൊക്കെ ട്രെൻഡിന് പിന്നാലെ ഓടുന്ന യുവാക്കളാണ് ഇന്നത്തുള്ളത്. മറ്റുള്ളവരെന്ത് ചെയ്യുന്നു അതുപോലെ തന്നെ പകർത്താൻ ശ്രമിക്കുമ്പോഴാണ് ലൈഫ് എക്സ്പെൻസീവ് ആകുന്നത്. അയൽവാസി 2 നില വീട് വെച്ചെങ്കിൽ എനിക്ക് 2 നില വീട് വെക്കണം എന്നാണ്. തൊട്ടടുത്ത് എൻ്റെ കൂട്ടുകാരത്ത് ഐഫോൺ ഉണ്ടെങ്കിൽ ഒരാവശ്യമില്ലെങ്കിൽ അവനൊരു ഐഫോൺ വാങ്ങാനുള്ള പ്രയത്നത്തിലാണ്. കിഡ്നി വിറ്റിട്ട് പോലും ഈ കാലത്ത് ഐഫോൺ വാങ്ങുന്നുണ്ടെന്നാണ് ട്രോളൊക്കെ കേൾക്കുന്നത്. ഈ ട്രെൻഡിന് പുറകെ പോകുന്ന സമൂഹം യഥാർത്ഥ ജീവിത മൂല്യങ്ങളെ മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവര് പ്രത്യേക ലക്ഷ്യമൊന്നുമില്ല, ജീവിതത്തിന് വലിയ ലക്ഷ്യമൊന്നുമില്ലാതെ പരമാവധി അടിച്ചു പൊളിക്കുക എന്നുള്ള ഒരു മനോഭാവം ഇപ്പോഴത്തെ പുതിയ തലമുറേൻ്റെ അടുക്ക് വിശേഷിച്ചും വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഭാവിയിൽ ഇന്ന് ആവശ്യങ്ങളുണ്ട്, തൻ്റെ പണം ഒന്നായിട്ട് തീർക്കാനുള്ളതല്ല എന്നുള്ള മനോഭാവമൊന്നും ഇത്തരം തലമുറേൻ്റെ അടുക്ക് വരുന്നില്ല. അവർ ക്രെഡിറ്റ് കാർഡ് സ്കീമുകൾക്കൊക്കെ ഇന്ന് സുലഭമായി ലഭിക്കുന്ന ഒരുപാട് ക്രെഡിറ്റ് കാർഡ് സ്കീമുകളുണ്ട്. അത് വളരെ പലിശ നിരക്ക് അതിൻ്റെയൊക്കെ കേട്ടാൽ തന്നെ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള പലിശ നിരക്കൊക്കെയാണ് ഇത്തരം ക്രെഡിറ്റ് കാർഡ് സ്കീമുകൾ വാങ്ങുന്നത്. അപ്പോൾ അത് എടുത്താലുള്ള പ്രത്യാഘാതങ്ങളെ മനസ്സിലാക്കാതെ ഇതിന് അടിമപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും ഇന്ന് യുവാക്കളാണ് കൂടുതലും ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും ആശയത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെയൊക്കെ അടിത്തറയാവേണ്ട യുവാക്കളാണ് ഇന്ന് ഈ കാര്യങ്ങളിലൊക്കെ അകപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രെൻഡിന് പിന്നാലെ പോവുക. ഈ അടുത്ത്
2024 ഓക്സ്ഫോർഡ് അവരുടെ ഡിക്ഷണറിയുടെ വാക്കായിട്ട് സെലക്ട് ചെയ്തത് ബ്രെയിൻ റോട്ട് എന്ന വാക്കാണ്. എന്തുകൊണ്ടാണ് അവരത് തിരഞ്ഞെടുക്കാൻ കാരണം എന്നുള്ളത് പ്രസക്തമാണ്. കാരണം ഇന്ന് വിദ്യാർത്ഥി സമൂഹം ചെറുപ്രായം തൊട്ടേ നമ്മൾ പറയാറുണ്ട്, ഉമ്മ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന പ്രായം തൊട്ട് ഇന്ന് ഫോണിലാണ് എല്ലാം. യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം എല്ലാം ഇന്ന് അതിലുള്ളതാണ് ജീവിതമെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിലുള്ളത് പകർത്തുക, അതിലെന്താണോ കാണുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് മിനിമലിസ്റ്റ് ആകുക എന്നുള്ളത് ഏറ്റവും പ്രസക്തമായത്. ഇന്ന് കേരളത്തിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന പലരും തിരിച്ചു വരുന്നത് മിനിമലിസ്റ്റ് ആയിട്ടാണ്. അവരുടെ ലൈഫ് അങ്ങനെ പഠിപ്പിക്കുകയാണ് കാര്യങ്ങളൊക്കെ. ഈ മിനിമലിസ്റ്റ് എന്ന അവര് മെയിനായിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. അവര് അവരുടെ സാധനങ്ങളൊക്കെ മൂന്നായിട്ട് ക്രമീകരിക്കുന്നുണ്ട്. ആവശ്യമുള്ളത്, അത്യാവശ്യമുള്ളത്, ആവശ്യമില്ലാത്തത്. ഇങ്ങനെ മൂന്നായിട്ട് സാധനങ്ങൾ ക്രമീകരിച്ചിട്ട് ഇതിങ്ങനെ ത്രൂ ഒരു പ്രോസസ്സാണ്. ഓരോ സ്റ്റെപ്സ് ആയിട്ടുള്ള പ്രോസസ്സുകളാണ് മിനിമലിസ്റ്റ് ആകുക എന്നുള്ളത്. അവരാവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. പലരും ഇതിനെ പിശുക്കെന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. ശരിക്കും ഇത് പിശുക്കല്ല. പിശുക്കിന് ആവശ്യത്തിന് ചെലവാക്കില്ലല്ലോ. ആവശ്യത്തിനും പിശുക്കെന്ന് പറയുന്നത് ഇത് പിശുക്കല്ല. അവർ ആവശ്യത്തിന് മാത്രം ചെലവഴിക്കുന്നതാണ്. ജപ്പാനീസ് രഹസ്യം പറയുന്ന ഇക്കിഗായ് എന്ന പുസ്തകമുണ്ട്. ഇക്കിഗായ് പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു തിയറി, വളരെ മനോഹരമായ തിയറിയാണ്. ഇസ്ലാം അത് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ തിയറി പറയുന്നത്, ഭക്ഷണം കഴിക്കുമ്പോൾ ജപ്പാനീസ് അവിടുത്തെ ആരോഗ്യത്തിൻ്റെ രഹസ്യം കുറിച്ച് പഠനം നടത്തിയപ്പോഴാണ് ഈ തിയറി വരുന്നത്. അവരെ ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ വയറിനെ മൂന്നായി തരംതിരിക്കുന്നുണ്ട്. കുറച്ച് ഭക്ഷണത്തിന്, കുറച്ച് വെള്ളത്തിന്, ഒന്ന് വായുവിനുള്ളതാണ്. ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം മുമ്പേ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ്. പ്രവാചകർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച ആശയങ്ങളാണ് ഇത്തരം ജപ്പാനീസ് രഹസ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇന്ന് പുതിയ പേരുകളിലൊക്കെ അച്ചടിച്ചിറങ്ങുന്നതാണ് യാഥാർത്ഥ്യം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമഗ്രമായ ഒരു ജീവിത പദ്ധതിയാണ്. അതിൽ മനുഷ്യന്റെ സർവ്വ മേഖല, മനുഷ്യൻ മാത്രമല്ല മുഴുവൻ ഏത് കാര്യം എടുത്തു നോക്കിയാലും ഇസ്ലാമിൽ അതിൻ്റെതായ സിദ്ധാന്തം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് പഠിപ്പിച്ചു നൽകിയതെല്ലാമാണ് ഇസ്ലാമിക ജീവിത ശൈലി എന്നുള്ളത്. ഉദാഹരണം എടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടലിൽ നിന്നാണ് വുളു എടുക്കുന്നതെങ്കിലും തനിക്ക് ആവശ്യമുള്ളത് 3 വട്ടമാണ് വുളു ചെയ്യേണ്ട, ഒരു കൈ വൃത്തിയാക്കേണ്ടതിൽ അത് അത്രയും ഉപയോഗിച്ചാൽ മതി. പകരം അത്രയും വെള്ളമുണ്ട്, കുറെ വെള്ളമുണ്ട്, സമുദ്രമാണ്, അതുകൊണ്ട് അങ്ങ് കുറെ തവണ ഒന്ന് ചെയ്തു നോക്കിയേക്കാം എന്നൊരു സ്ട്രാറ്റജി അല്ല അവിടെ വേണ്ടത്. മിനിമലിസം അവിടെയാണ്. ഏതൊരു കാര്യത്തിനും ഇസ്ലാമിന്റെ ഒരു ആശയം, ഇസ്ലാമിന്റെ ഒരു വീക്ഷണം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ വിശാലമായി കിടക്കുന്ന ഒരു സാഹചര്യം. റസൂലുള്ളാഹിന്റെ ലൈഫ് സ്റ്റൈലിലൂടെ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന രാജാവായിരുന്നു. മദീന രാജാവ് എന്ന ലോകത്തെ തന്നെ രാജാവ് റസൂലുള്ളാഹ്. മദീനത്തെ രാജാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊട്ടാരമോ അല്ലെങ്കിൽ വലിയ വലിയ ബിൽഡിംഗ് എടുത്തിട്ട് റസൂലൊക്കെ താമസിക്കായിരുന്നു. പക്ഷെ റസൂലുള്ളാഹി താമസിച്ച് മദീനയോട് പള്ളിയോട് ചേർന്നിട്ടുള്ള ചെറിയൊരു ചട്ടക്കൂടിൽ നിലത്ത് പായ വിരിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ ജീവിതം ക്രമീകരിച്ചു എന്നുള്ളതാണ്. ഇവിടെയാണ് ഇസ്ലാം ഒരിക്കലും ഉള്ളത് ചെലവഴിക്കണ്ട എന്നൊന്നും പറയുന്നില്ല എവിടെയും. അതായത് ഒരു ആയത്തിന് അല്ലാഹു തആല തന്നെ പറയുന്നുണ്ട്, ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറ അസറ നിഅമതിഹി. അഥവാ അള്ളാഹു അവന്റെ സൃഷ്ടികൾക്ക് ഒരാൾക്ക് ഒരു അനുഗ്രഹം അത് സൃഷ്ടികൾ പ്രകടിപ്പിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അഥവാ ഒരാൾക്ക് സാമ്പത്തികമായി അത്യാവശ്യം ഭദ്രതയുള്ള ആളാണെങ്കിൽ അദ്ദേഹം അതിനനുസരിച്ച് ജീവിക്കുന്നതിൽ ഇസ്ലാമിലൊരു കുഴപ്പം തെറ്റൊന്നും ആയിട്ട് കാണേണ്ടതില്ല. ആഡംബരം എന്നൊന്നും പറഞ്ഞ് പൊതുസമൂഹം ഒന്നായിട്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് തന്നെയാണ് വജഅൽനാകും ഉമ്മത വസ്ത. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം സന്തതികളെ, അതായത് നമ്മൾ മനുഷ്യന്മാരെയൊക്കെ പടച്ചിട്ടുള്ളത് ഒരു മധ്യമ സമൂഹമായിട്ടാണ്. വലിയ സമ്പന്നരല്ല, പാവപ്പെട്ടവരല്ല, ഒരു മധ്യമായ രീതി. ഒരിക്കലും ഇതിനെ ഒരു നമ്മൾ ദരിദ്രരായി ജീവിക്കണം എന്നൊരു അർത്ഥം വ്യാഖ്യാനം ഇതിനൊരിക്കലും വരില്ല. ഇപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അന്നത്തെ രാജാവാണ്. ജെറുസലേം കീഴടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ജെറുസലേമിലെ ജനങ്ങൾ ഇങ്ങനെ ഭയങ്കര ഭയത്തോടുകൂടി നിൽക്കുകയാണ്. കാരണം ഒരു അറബി ഭരണാധികാരി ജെറുസലേമിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം. കുതിരകള്, ഒട്ടകങ്ങള്, പട്ടാളം, ആരായിരിക്കും ആ ഒരു രാജാവ് നമ്മളെ അഭിസംബോധന ചെയ്യാൻ പോകുന്നത്? ആ സമയത്ത് കീറിയ കുപ്പായം അണിഞ്ഞ വളരെ ദരിദ്രനായ ഒരാൾ കടന്നു വരികയാണ്. അതായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ഒരിക്കലും അത് ഒരു ദരിദ്രമായ ജീവിതമല്ല. അതൊരിക്കലും ദരിദ്രമായ ജീവിതമായിട്ട് അതൊരു സൂക്ഷ്മതയാണ്.
അതാണ് ഇസ്ലാം നമുക്കൊണ്ടോട് മുന്നോട്ട് വയ്ക്കുന്നത്. അതെ, ഒരു ദരിദ്രൻ ഒരാൾ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അതിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം നൽകുന്നുണ്ട്. ഒരിക്കലും അതിനെ ആക്ഷേപിച്ച് ഇന്ന് കാണുന്ന പ്രവണതയാണ് ഒരു പണ്ഡിതന് ഒരു നല്ലൊരു വാഹനം, ഒരു കാറിൽ അദ്ദേഹം ഒരു നല്ല പ്രായമായ പണ്ഡിതനാണ്, നിരന്തരം യാത്ര ചെയ്യുന്ന പണ്ഡിതനാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ അത്തരം ആഡംബര വാഹനം വേണ്ടി വരും, അദ്ദേഹത്തിന്റെ ആവശ്യമായിരിക്കും. അപ്പോൾ അത് അദ്ദേഹം യൂസ് ചെയ്യുന്നത് അതൊരു ഇസ്രാഫായിട്ടൊന്നും കണക്കാക്കാൻ പറ്റില്ല. ആവശ്യമുള്ളത് ഒഴിവാക്കുന്നതല്ല കേട്ടോ മിനിമലിസം എന്ന് പറയുന്നത്. ഇന്ന് മിനിമലിസത്തെ വിമർശിക്കുന്നവർ എടുത്തിരുന്ന വിഷയമാണ് മിനിമലിസം പിശുക്കാണ്, മിനിമലിസം പിശുക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ശരിക്കും മിനിമലിസം പിശുക്കല്ല, പിശുക്കുള്ള ഒരിക്കലും ആവശ്യത്തിന് ചെലവാക്കില്ല. ഇവിടെ പറയുന്നുണ്ട്, പ്രസക്തമായിട്ട് ഹദീസ് ഉണ്ട് ഇസ്ലാമില്, വല്ലതിനെ ഇതാ അംഫക്കോ, നിങ്ങൾ ചെലവഴിക്കുകയാണെങ്കിൽ ലം യസ്റഫോ, നിങ്ങൾ ഇസ്രാഫ് കാണിക്കാൻ പാടില്ല, അമിതവ്യയം കാണിക്കാൻ പാടില്ല. അപ്പോൾ തന്നെ പറയുന്നു വലം യക്തറോ, അത് വിചാരിച്ച് നിങ്ങൾ തീരെ ചെലവഴിക്കാതെ പിശുക്ക് കെട്ടിപ്പൂട്ടി ജീവിക്കേണ്ട ആവശ്യമില്ല. അതെ, വകാന ബൈന ദാലിക ഖവാമ, അതായത് ഇത് രണ്ടിന്റെയും ഇടയിൽ നിങ്ങൾ നിറവേറ്റണം, നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റണം എന്നാണ് ഈ പ്രസക്തമായ ഹദീസ് നമ്മോട് പറയുന്നത്. അതെ, ലോകത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്ത ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, മനുഷ്യന്റെ ജീവിത ക്രമങ്ങളെ, മനുഷ്യന്റെ ജീവിത രീതികളെ തങ്ങൾ 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. 1 ലറൂരിയത്ത്, 2 ഹാജിയത്ത്, 3 തഹ്സീനിയത്ത്. അപ്പോൾ ഒന്നാമത്തെ ലറൂരിയത്ത് എന്താണെന്ന് വെച്ചാൽ അതില്ലാണ്ട് മനുഷ്യന് പറ്റില്ല. നെസസറി ആയിട്ടുള്ള സാധനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളാണ്, വീട്, ഉടുപ്പ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടിസ്ഥാനമായിട്ട് വേണ്ടതാണ്. രണ്ടാമതായിട്ട് ഹാജിയത്ത്, അത് ഒരു കോംപ്ലിമെന്ററി ആണ്, അത് ഇല്ലെങ്കിലും ജീവിക്കാനാവും. കാറ്, സാധാ ഫോൺ, നമുക്കിപ്പോ കോൾ ചെയ്തില്ലെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയച്ചില്ലെങ്കിലും ഒക്കെ ജീവിക്കാനാവും. 3ആമതായിട്ട് തങ്ങൾ പറയുന്നത് തഹ്സീനിയാത്താണ്, അത് ഒരു ലക്ഷറീസ് ലൈഫിലേക്ക് എത്താം. നമുക്ക് സാധാ ഒരു കാറിലൊരു സ്ഥലം വരെ പോകുന്നതിന് പകരം, അല്ലെങ്കിൽ ബസ്സിലൊരു സ്ഥലം വരെ പോകുന്നതിന് പകരം അവിടെ ബെൻസിലേ പോവുള്ളൂ. അതാണ് ഒരു ലക്ഷറീസ് ലൈഫ്. അത് ഇന്നത്തെ കാലത്ത് ലറൂറിയത്തിൽ ജീവിക്കേണ്ട ഒരാൾ, ലറൂറിയത്ത് അത് അങ്ങനെ ജീവിക്കാനേ അദ്ദേഹത്തിന് സാധിക്കുള്ളൂ. അങ്ങനെ ജീവിക്കേണ്ട ഒരാൾ ലക്ഷറിയസിലേക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലത്താണ് മിനിമലിസം പ്രസക്തമാകുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ അവിടെയാണ് മിനിമലിസത്തെ നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ആ ഒരു മിനിമലിസം എന്നൊരു ട്രെൻഡിനെയാണ് ഏറ്റവും നന്നായി നമ്മൾ വെസ്റ്റേൺ കൺട്രികളിൽ നിന്ന് പകർത്തേണ്ടിയിരുന്നത്. അത് പകർത്തുന്നില്ല എന്നതാണ് ഇപ്പോൾ നാം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നത്. മിനിമലിസ്റ്റ് ആവാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് രാധിക പത്മനാഭയുടെ പുസ്തകമുണ്ട്, മലയാള മനോരമ പബ്ലിഷ് ചെയ്ത മിനിമലിസം ഒരു ജീവിതശൈലി എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ എണ്ണുന്നുണ്ട്, അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ആവശ്യമില്ലാത്തത്, അനാവശ്യമായതൊക്കെ ഇങ്ങനെ സ്റ്റെപ്പായി ആയിട്ട് ഇങ്ങനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇത് മിനിമലിസം പകർത്തുന്നതോടുകൂടി നമ്മളെ ലൈഫിൽ നമ്മളെ സാമ്പത്തികമായിട്ട് നോട്ടം മാത്രമല്ല, നമ്മളെ സേവിങ്സ് കൂടുന്നത്, പിന്നെ നമ്മളെ ആരോഗ്യപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ റീൽസിലൊക്കെ ഞാനൊരു മിനിമലിസം എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാളാണ്. റീൽസിലൊക്കെ ഇങ്ങനെ നമ്മൾ തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത്യാവശ്യം അനാവശ്യ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിൽ ആവശ്യമുള്ളത് മാത്രം എടുത്ത് ജീവിതത്തിൽ എനിക്ക് ആവശ്യം മാത്രമുള്ളത് എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് എനിക്ക് ലേണിംഗ് ആണ്. അതാണ് മിനിമലിസം പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. അതായത് ഭാവിയിലേക്ക് നമ്മൾക്ക് ആവശ്യമുള്ളത് യൂസ് ചെയ്ത് വരും തലമുറയ്ക്കും കൂടി ബാക്കിയുള്ളത് ഇവിടെ വെക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യത കൂടിയാണ്. അതായത് നമ്മുടെ പ്രകൃതി വിനിയോഗിക്കുന്നതിലൊക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. നമ്മുടെ ഭാവി തലമുറക്ക് കൂടി വേണ്ടി ഇവിടെ ബാക്കി വെച്ച് അത് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് അത് വളരെ സസ്റ്റൈനബിൾ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് കാണേണ്ടതുണ്ട്. അതാണ് അപ്പോഴാണ് മിനിമലിസം എന്ന ആശയം പ്രസക്തമാവുന്നത്. അതെ, മിനിമലിസം തീർച്ചയായും അതൊരു ലൈഫ് സ്റ്റൈലാണ്. നമ്മൾ പല രാജ്യങ്ങളിൽ നിന്നും പലതും കടമെടുക്കുന്നുണ്ട്, പല ട്രെൻഡുകളും നമ്മൾ പകർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സമൂഹത്തിന് ആവശ്യമായത് മിനിമലിസം എന്നൊരു ട്രെൻഡാണ്. നമ്മുടെ സമൂഹത്തിന് ഇന്ന് ജനങ്ങൾക്ക് വളരെ അത്യാവശ്യമായി മാറേണ്ട ഒന്നാണ്. കാരണം നമ്മുടെ വ്യക്തിത്വം പരിപൂർണമാകുവാനും നല്ലൊരു ഭാവി നമ്മുടെ നാടിന് വളർന്നു വരുവാനും വേണ്ടി മിനിമലിസം ഒരു ട്രെൻഡായി മാറും. Let our trend be minimalism.